കേട്ടാലും വിശ്വസിക്കില്ലേലും ഞാനൊരു കാര്യം പറയാം. വർഷത്തോടുള്ള മുഖമാണ്. നാളെ ഒരു ഉച്ചയൊക്കെ സമയമൊക്കെ ആകുമ്പോഴും ഈ ചിരിമൂത്ത് കാണും. അതൊരു സംശയവും വേണ്ട. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. റിസൾട്ട് ജനങ്ങളാണല്ലോ നമ്മളെ വിജയിപ്പിക്കുന്നതും വിജയത്തിനോട് അടുപ്പിച്ച് നിർത്തുന്നതും. എന്തായാലും പരാജയം എന്നൊന്നില്ല എന്നാണ് സെക്രട്ടറിയും ഞാനും സംസാരിച്ചപ്പോഴും. ജയിച്ചു കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ്. അത് രണ്ടാം സ്ഥാനത്തിൽ നിന്ന് ഒരു വോട്ട് പോലും അല്ലെങ്കിൽ ഒരു പടി പോലും പുറകോട്ടില്ല എന്നുള്ളത് ഇലക്ഷന്റെ വോട്ടിങ്ങിന്റെ അന്ന് തന്നെ ഉറപ്പിച്ചൊരു കാര്യമാണ്. ഇനി ആരും സൂത്രം കാണിച്ചു കേട്ടാ. രാഹുൽ മാങ്കൂട്ടത്തിൽ 17,097 വോട്ടുകൾക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു. ഷാഫിക്ക് 2016 ലഭിച്ച ഭൂരിപക്ഷം മറികടന്നാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വെന്നിക്കൊടി പാറിക്കുന്നത്. ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. നിരാശപ്പെടാം. 3-ാം സ്ഥാനം കൊണ്ട് നിരാശപ്പെടാം. വിഷമിക്കല്ലേ പാപ്പിച്ചായ സെക്കൻഡില്ലേ ഇലക്ഷനിൽ ഇവിടെ നടത്തേണ്ടി സെക്കൻഡ്. പി സരിൻ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് നിന്ന് UDF പാളയത്തിൽ നിന്ന് LDF എത്തിയിട്ട് ഒരു ഗുണവും ഉണ്ടായില്ല. എന്നൊക്കെ തീറ്റിപ്പോച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു. അണികൾ കൈവിട്ടോ, പ്രവർത്തകർ കൈവിട്ടോ, ഇടതുപക്ഷത്തിന് ഒരു ഗുണവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലേ? എന്റെ പ്രിയ കൂട്ടുകാരെ ചാത്തുക്കുട്ടുകാരെ അങ്ങനെ വന്നല്ലോ. വീരനായക ചോദിക്കുമോ പി സരിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും? പാലക്കാടിന്റെ MLA ഓഫീസിൽ ഞാൻ 23-ാം തീയതി റിസൾട്ട് അറിഞ്ഞാൽ പോകും. DCC ഓഫീസിൽ ഞാൻ പോകും. ലീഗിന്റെ ഓഫീസിൽ ഞാൻ പോകും. UDF-ന്റേതായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് അപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും അത് പൊളിച്ച് കളയാനാണ് സാധ്യത. ഉളുപ്പുണ്ടോ? ചിരിയെങ്കിലും വിവരം ഉണ്ടോടാ നാണം കെട്ടവരെ. എന്നാ പോവാൻ നോക്കടാ. അല്ലോടാ പോടാ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.